So hey guys, this is me Ananya. So ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഞാൻ ഫസ്റ്റ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ അനന്യ, പാലക്കാട് നിന്നാണ്. ഇപ്പോൾ കറൻ്റ്ലി സ്റ്റഡിങ് ഇൻ +2. +2 is a last phase of school life. So 10th വരെ ഞാൻ ICSE പഠിച്ച് പിന്നെ അങ്ങനെ സ്റ്റേറ്റിലേക്ക് മാറി. നോട്ടപ്പോൾ ഞാൻ സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ എല്ലാവർക്കും അറിയാം, ഒരു കടുകട്ടി ആയിട്ടുള്ളൊരു സിലബസ് പഠിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് അത് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഈസി ആവേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഇട്ടില്ല എന്ന് നമുക്ക് പറയാം. അവസാന നിമിഷം പോയിട്ടാണ് ഞാൻ എഫേർട്ട് ഇട്ടത്. സോ എൻ്റെ +1 അധികം നല്ലതായിരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച മാർക്ക് എനിക്ക് നേരെ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അതെൻ്റെ തെറ്റാണ്. ബിക്കോസ് ശരിക്കും എൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ നല്ലോണം പഠിച്ചാണെങ്കിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ബട്ട് ഞാൻ ആ സമയം പഠിച്ചില്ല. ഞാൻ ചെയ്ത തെറ്റ്. കാരണം ഞാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തു. ബിക്കോസ് എൻ്റെ സ്കൂളിൽ അത് രണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഞാൻ രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഒന്നിന് മാത്രം കുറച്ച് കൂടുതൽ എഫേർട്ട് ഇട്ടു. അത് ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ്. സോ ഞാൻ എന്ത് വിചാരിച്ചു, ഞാൻ +2 കംബാക്ക് അടിക്കുമെന്ന് വിചാരിച്ചു. എന്നിട്ടത് നടന്നു. ഒബ്വിയസ്ലി ഞാൻ പഠിച്ചോ ചോദിച്ചാൽ ഞാൻ പഠിച്ചു. ബട്ട് ഞാൻ നേരെ ആ ഒരു ആസ്പെക്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നേരെ പഠിച്ചിട്ടില്ല. ബട്ട് ഞാൻ പഠിച്ചു, പകുതിയെ പഠിച്ചുള്ളൂ. അപ്പോൾ ഈ കഴിഞ്ഞ ഓണം എക്സാമിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഫിസിക്സ് പേപ്പർ കണ്ട് ഞാൻ കിളി പോയിരുന്നു. കാരണം അത് മാത്രമാണ് ഞാൻ നേരെ ഒരാഴ്ച മുന്നേയൊക്കെ പഠിച്ചിട്ട് പോയത്. ബാക്കിയൊക്കെ ഞാൻ തലേ ദിവസമാണ് ഇരുന്ന് പഠിച്ചതെന്ന് പറയാം. എനിക്ക് ശരിക്കും ഒന്നും കത്തിയില്ല. എന്താണെന്നോ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിന് ശേഷം നമ്മൾ മറ്റേ എന്താ ഞാൻ പറയാം, കിളി പോയ പോലെ ഇരിക്കുക, അല്ലെങ്കിൽ എന്താണെന്ന് അറിയാതിരിക്കുക, ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇനി മുതൽ നേരെ പഠിക്കും. അപ്പോൾ വിചാരിച്ച കംബാക്കൊക്കെ പോയി. കാരണം ഓണം എക്സാമാണ്, ഫസ്റ്റ് എക്സാമാണ്, നേരെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി എല്ലാം സെറ്റാക്കണം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഇരുന്നത്. ബട്ട് നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇനിയുള്ള എക്സാം ഞാൻ നേരെ പഠിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഒരു കമ്മിറ്റ്മെൻറ്റ് പോലെയാണ്. ഈ ചാനലിൽ ഞാൻ എൻ്റെ പ്രോഗ്രസ് ആയിരിക്കും ഇട്ടുകൊണ്ടിരിക്കുക. അതായത് മീൻസ് എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. ആൻഡ് ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കും വേണമെങ്കിൽ ഇൻസ്പിറേഷൻ അയക്കാം. സോ ആ ഒരു ഇതിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ആൻഡ് ആ ഒരു എക്സാമിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് നന്നായി പഠിക്കണമെന്ന് മനസ്സിലായി. ഇനി പഠിച്ചിട്ട് കാര്യമില്ല, ഇനിയുള്ള സമയം നേരെ പഠിക്കണം. എന്താക്കി ഞാൻ ഒരു സംഭവം ചെയ്തു. ഞാൻ സ്റ്റഡി മെറ്റീരിയൽസ് ഓർഡർ ചെയ്തു. സംഭവം ഈ വർഷവും ഞാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നുണ്ട്. സോ ഞാൻ സ്റ്റഡീസും കൂടുതൽ ഫോക്കസ് ചെയ്യും. ബട്ട് കുറച്ചൊന്ന് മൈൻഡിനെ റിഫ്രഷ് ആക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴും കലോത്സവം, ഫെയർ അങ്ങനെയുള്ള ഐറ്റത്തിൽ പോകണ്ട. അപ്പോൾ എന്തായാലും എൻ്റെ നോട്ട്സ് മിസ്സാവും. സോ അതിന് വേണ്ടി ഞാൻ കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് ഓർഡർ ചെയ്തു. ഇതൊന്നിൻ്റെയും പ്രൊമോഷനോ അങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂസ്. സോ ഇതൊരു ബ്രാൻഡിൻ്റെ പ്രൊമോഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യണമെന്നല്ല. എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായി തോന്നിയത്, അതായത് ഞാൻ എൻ്റെ 10th പഠിക്കുന്ന സമയത്ത് ഞാൻ ഓസ്വാൾ ബുക്സിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക്സിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ അതേ ഫോർമാറ്റിൽ എനിക്ക് സൈലത്തിൻ്റെ തോന്നിയപ്പോൾ ആൻഡ് അവരുടെ ഫ്രീ ആയിട്ടുള്ള സംഭവം എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ട് തോന്നിയത് സൈലാണ്. അപ്പോൾ ഞാൻ സൈലത്തിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഓർഡർ ചെയ്തു. ആൻഡ് എനിക്കത് കിട്ടി. സോ ഞാൻ ഓൾറെഡി തുറന്നു, കാരണം എനിക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ വയ്യ. സോ നമ്മൾ ഇന്ന് തൊട്ട് നമ്മുടെ സ്റ്റഡി ജേർണി തുടങ്ങുന്നതായിരിക്കും. ആൻഡ് ദിസ് ഇസ് ആൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ. സോ ഇനിയുള്ള എൻ്റെ +2 ജേർണി ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് മൈ കണ്ടന്റ് ക്രിയേഷൻ എറ സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. സോ ഇത് നോക്കുകയാണെങ്കിൽ എല്ലാ ബുക്സും ഉണ്ട്, എസ്പെഷ്യലി മാത്തമാറ്റിക്സ്. നമുക്ക് കുറേ ചെയ്ത് പഠിക്കാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഇരിക്കുന്നത്. എന്തെല്ലാം വെച്ച് ഞാൻ നല്ലോണം ചെയ്ത് മാർക്ക് വാങ്ങും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുന്നു. എന്തായാലും കൺസിസ്റ്റൻസി മാറ്റേഴ്സ് ദ മോസ്റ്റ്. സോ അതിന് വേണ്ടിയെങ്കിലും ഞാൻ ഇതിൽ വീഡിയോ ഇടാൻ വേണ്ടിയെങ്കിലും ഞാൻ പഠിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതായത് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. ഇത്രയും ആൾക്കാർ കാണില്ലെന്നൊന്നും എനിക്കറിയില്ല, ബട്ട് എൻ്റെ ഒരു മനസാക്ഷിക്ക്. സോ ആ ഒരു ആസ്പെക്റ്റ് വെച്ച് നോക്കുമ്പോൾ സോ ദാറ്റ്സ് ഓൾ. ദിസ് ഇസ് മീ അനന്യ ആൻഡ് ദിസ് ഇസ് അനന്യ സൈനിങ് ഓഫ്. അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിച്ചു തുടങ്ങുന്ന വ്ലോഗ്സുമായി വീണ്ടും കാണാം. ബൈ.